ചെങ്ങൈമാർ എങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ നീച്ചപ്പോൾ കിച്ചണിൽ പോയപ്പോൾ ചെങ്ങൈമാരെ നല്ല ബർഗർ ഉണ്ടായിരുന്നു കേട്ടോ. ബർഗർ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സുലൈമാക്ക് പറഞ്ഞ മക്രൂ ഉണ്ടാക്കിക്കണം, അത് കഴിച്ചു വിടുന്നത്. അത് കഴിക്കൽ കഴിഞ്ഞപ്പോൾ സുലൈമാക്ക് നേരെ സ്റ്റോറിലേക്കാട്ടോ പോയത്. അവിടെ ഈത്തപ്പഴം തരാനുള്ള പരിപാടിയാണ്. അത് കുറച്ചേരം നോക്കി നിന്നപ്പോഴാണ് സുലൈമാക്ക് പറഞ്ഞ് ഈത്തപ്പഴമായിട്ട് പുറത്തേക്ക് പോവാ, അവിടെ നമുക്ക് ഈത്തപ്പഴം കേൾക്കാം. സുലൈമാക്ക് പുറത്തെത്തിയപ്പോൾ അവിടെ കൊട്ടയുള്ള ഈത്തപ്പഴം മൊത്തമായിട്ട് അവിടെ കൊട്ടിന്റെ ശേഷം ഫുള്ള് നിർത്തി അതിന് മേൽക്ക് വെള്ളടിക്കുള്ള പരിപാടിയാട്ടോ ചെങ്ങൈമാർ. അത് കേൾക്കൽ ഇങ്ങനെയാണ്. ഇങ്ങോട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ ഈത്തപ്പഴം കേക്ക് 1 മണിക്കൂർ ഉണങ്ങിയതിന്റെ ശേഷമാണ് നമ്മളെന്തായിട്ട് പാക്കിംഗ് ഒക്കെ ചെയ്യലോട്ട്. ഇതിങ്ങനെ നോക്കിയിരിക്കുമ്പോൾ മാമാന്റെ ഒരു വിളി ഉമ്മറട്ടിയെ വണ്ടി സ്റ്റാർട്ടാക്കി പാല് വാങ്ങി വണ്ടിയായിരുന്നു. മാമാടുത്ത് പോയി പൈസ വാങ്ങിയ ശേഷം വണ്ടി സ്റ്റാർട്ടാക്കി നേരെ വിട്ടിട്ട് നമ്മളെ സഫീറിൽ എത്തിയപാടെ നമ്മളെ പാല് വാങ്ങാനുള്ള പരിപാടി ആയിട്ടാണ്. പാലെടുത്തതിന് ശേഷം പൈസയും കൊടുത്ത് ബില്ല് വാങ്ങിയ ശേഷം നേരെ വിട്ട് നമ്മളെ ഉമിയോണ്ട് എടുത്തിരുന്നു. അവനായിട്ട് കുറച്ചേരം സംസാരിച്ചതിന് ശേഷം നേരെ വിട്ട് വീട്ടിക്ക്. പിന്നെ പ്രത്യേകിച്ചൊന്നും പണി ഉണ്ടായില്ലേട്ടാ. പിന്നെ ബാങ്ക് കൊടുക്കാൻ നേരത്തിന് ബാബാന്റെ ഒരു വിളി ഉമ്മറട്ടിയെ വണ്ടി സ്റ്റാർട്ടാക്കി പള്ളിയിൽ പോയി നിസ്കാരം കഴിഞ്ഞ് വന്നപ്പോൾ ഫുഡ് കഴിക്കാനുള്ള പരിപാടി. ഫുഡ് കഴിക്കലും കഴിഞ്ഞ് ഒറ്റയ്ക്ക് എടുത്തിട്ടാ. വൈകിട്ട് ഇറങ്ങിയപ്പോൾ ആകെ കൂടി മഴക്കാർ. അതിന്റെ ഇടയിൽ മാമാന്റെ ഒരു വിളി ഉമ്മറട്ടിയെ വണ്ടി സ്റ്റാർട്ടാക്കി നമുക്ക് സനയിലൊന്ന് പോവാണ്ട്. അങ്ങനെ നേരെ വിട്ടിട്ട സനയ്ക്ക്. സനയെത്തിയപ്പോൾ നമ്മളെ ഫർണിച്ചർ കടയൊക്കെ പോയത്. അവിടെ ഫർണിച്ചറൊക്കെ നോക്കാനോ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പുറത്തൊക്കെ ഇറങ്ങിയപ്പോൾ ഉണ്ട് ചെങ്ങന്മാരെ മഴക്കാരെ കൊണ്ട് വേറെ ലെവല്. അവിടെ കുറച്ചേരം നിന്നതിന് ശേഷം മാമാന്റെ കമ്പനിക്കാരത്തിന്റെ വീട്ടിലേക്ക് പോട്ടായിരുന്നു. അവിടെ നിന്ന് നേരെ നമ്മളെ മക്കാൻമാരുടെ അടുത്തേക്ക് പോയിട്ട് അവിടെ നമ്മളെ മാമാന്റെ കമ്പനിക്കാരത്തിന് വീടുണ്ടായിരുന്നു. ചെങ്ങന്മാർ അവിടെ മഴ പെയ്തിട്ടുണ്ട് തോർന്നിട്ടുള്ളൂ. ഇങ്ങോട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ മഴക്കാറും ജബലഫീതൊക്കെ അവിടെ നിന്ന് കാണാൻ എന്താ രസം എന്നായിരുന്നു. ഇങ്ങോട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ വേറെ ലെവല്. അത് കഴിഞ്ഞ് അവിടുന്ന് നേരെ വിട്ടിട്ട വീട്ടിലേക്ക് എത്തിയപ്പോഴാണ് ബാബാന്റെ ഒരു വിളി ഉമ്മറട്ടി പള്ളി പോവല്ലേ വണ്ടി സ്റ്റാർട്ടാക്കി. ഞാൻ ബാബാനെ കയറ്റി പള്ളി പോണ ഇടയിലാണ് ബാബാന്റെ കമ്പനിക്കാരന്റെ വീട്ടിൽ പോകണ്ടിട്ട് ഉമ്മറട്ടിയെ മറക്കല്ലട്ടാ. ഞാൻ കമ്പനിക്കാരന്റെ വീട്ടിൽ പോയപ്പോ അവിടെ ഫുഡ് കഴിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എത്രയുള്ള വീട്ടിൽ അടുത്ത മണിക്കാത്തൊക്കെ. ഓക്കെ ബൈ.